ഓരോ വ്യക്തിയും ജീവിതത്തിൽ പാലിക്കേണ്ട 6 തത്വങ്ങളാണ് അല്ലെങ്കിൽ 6 ധർമ്മങ്ങളാണ് ഞാൻ പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് സ്നേഹമാണ്. നമുക്ക് മറ്റുള്ളവരോട് സ്നേഹമുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹമായാലും മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹമായാലും നമുക്ക് സുഹൃത്തുക്കളോടുള്ള സ്നേഹമായാലും എല്ലാം പ്രകടിപ്പിക്കേണ്ട സ്നേഹമാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നതാണ്. രണ്ടാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുന്നത് വിശ്വാസം എന്നുള്ളതാണ്. നമുക്കൊരു വ്യക്തിയെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രവൃത്തിയിലൂടെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്ന് തെളിയിച്ച വ്യക്തിയായിരിക്കണം. അപ്പോൾ അവിടെ വിശ്വാസം എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റായിട്ട് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റായിട്ട് പറയുന്നത് പ്രതീക്ഷ. എല്ലാ വ്യക്തിക്കും ജീവിതത്തിൽ പ്രതീക്ഷയുള്ളവരാണ്. പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് ഇന്ന ഇടത്തേക്ക് എത്തിച്ചേരണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം എന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. പരിശ്രമിക്കാതെ പ്രതീക്ഷ വെച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ നാലാമത്തെ പോയിന്റായിട്ട് പറയുന്നത് ചില വ്യക്തികളുണ്ട് വളരെ ദാനധർമ്മികളാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. ഹൃദയവിശുദ്ധിയില്ലാതെ മറ്റൊരാൾക്ക് ദാനധർമ്മം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റായിട്ട് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റായിട്ട് പറയുന്നത് നമ്മൾ പലരോടും ക്ഷമ ചോദിക്കാറുണ്ട്. മനുഷ്യരാണ്, അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക്, അത് അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഈ തെറ്റുകൾക്ക് നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ പ്രവൃത്തിയിൽ ഇതേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ക്ഷമ ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ക്ഷമ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ ആറാമതായിട്ട് പറയുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. നമുക്ക് ജീവിതമുണ്ട്, പക്ഷെ സമാധാനമില്ല എങ്കിൽ അത് ജീവിതമാണോ? അപ്പോൾ സമാധാനമില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത ജീവിതമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.